ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വീഡിയോ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന പോലത്തെ നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള ഒരു അടിപൊളി ബീഫ് കറിയാണ്. എപ്പോഴും നമ്മൾ വീട്ടിൽ ബീഫ് ഉണ്ടാക്കുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല തിക്ക് ഗ്രേവിയിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ബീഫ് കറി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ബീഫ് കറിക്ക് ആവശ്യമായിട്ട് ഞാനിവിടെ 1 കിലോ ബീഫ് നന്നായി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുക്കാക്കാനായി ഞാനൊരു പ്രഷർ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും പെരിഞ്ചീരകവും കൂടി പൊടിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കി പ്രഷർ കുക്കർ അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു 3 വിസിൽ കേൾപ്പിക്കാം. ബീഫ് ഇവിടെ കുക്കാവുന്ന ടൈമിൽ നമുക്ക് ബാക്കി ഐറ്റംസ് ഒക്കെ തയ്യാറാക്കിയെടുക്കാം. 1/2 ടീസ്പൂൺ പെരിഞ്ചീരകവും 5 ഗ്രാമ്പുവും കുറച്ച് പട്ടയും 5-6 ഏലക്കയും 5 വറ്റൽമുളകും കുറച്ച് ബേ ലീഫും കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഈ ഓൾ സ്പൈസസ് എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 100 ഗ്രാം കൊച്ചുള്ളിയും ഒരു 2 മീഡിയം സൈസ് സവാളയും കൂടി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ആക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് സവാളയ്ക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്ത ശേഷം നമുക്ക് ഈ ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളിയെല്ലാം പകുതി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് 2 പഴുത്ത തക്കാളിയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയും തക്കാളിയും എല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ പെരിഞ്ചീരക പൊടിയും ഗരം മസാല പൊടിയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ വഴറ്റിയതിൻ്റെയൊക്കെ പകുതി എടുത്ത് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കാം. ഇനി നമുക്ക് അരച്ചെടുത്തത് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല കുറുകിയ ചാറോട് കൂടിയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ബീഫ് കറി കിട്ടുന്നത്. എപ്പോഴും നമ്മൾ ബീഫ് കറി വീട്ടിൽ തയ്യാറാക്കുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ട് ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾ ഉറപ്പായും ഫീഡ്ബാക്ക് അറിയിക്കണേ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.